വിഷുവായിട്ട് എന്താ പരിപാടി? നമുക്കൊരു പായസം വെച്ചാലോ? ഇന്ന് മേടം 1 പക്ഷേ വിഷു അല്ല. അതെന്താണ് അതിൻ്റെ സംഗതി എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാനപ്പോൾ വിചാരിച്ചു ഒരു പായസം വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഈസ്റ്റേണിൻ്റെ ഇൻസ്റ്റൻറ്റ് സേമിയ പായസമാണ് എടുത്തിട്ടുള്ളത്. 1 ലിറ്റർ പാലെടുത്ത് അതിൻ്റെ കുപ്പി ഒന്ന് കഴുകി ഒഴിച്ച് ഞാനൊന്ന് കത്തിക്കാൻ വെച്ചു. പാല് തിളയ്ക്കാൻ സമയമെടുക്കും. ആ നേരം കൊണ്ട് നമുക്കൊരു പുട്ടുണ്ടാക്കിയല്ലോ, റാഗിയുടെ പുട്ടുണ്ടാക്കാം. ഞാൻ ഡയറ്റ് തുടങ്ങിയ സമയത്ത് വാങ്ങി വെച്ചിട്ടുള്ള റാഗിപ്പൊടിയായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കിത് ഉണ്ടാക്കി തിന്നാനുള്ള ഇഷ്ടമില്ലായ്മ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയിരുന്നില്ല. പക്ഷേ ഒരു തവണ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അടിപൊളിയായിട്ടാണെന്ന്. നല്ല ചിക്കൻ കറിയുടെ കൂടെയൊക്കെ ഒരു പുട്ടും കൂട്ടി കഴിച്ചാലുണ്ടല്ലോ നല്ല അസാധ്യ ടേസ്റ്റാണ്. ചിക്കൻ കറി മാത്രമല്ല കേട്ടോ, വെജിറ്റബിൾ സ്റ്റൂൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. നനയ്ക്കുമ്പോൾ കുറച്ച് നനവ് കൂടിയ പോലെയൊക്കെ തോന്നും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നല്ല പൗഡർ പോലെ ആകും കേട്ടോ. ഇന്നേരം കൊണ്ട് നമ്മുടെ പാല് നല്ലപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്ക് എന്താ ചെയ്യുക, നമ്മളുടെ സേമിയം പൊട്ടിച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലെല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ, വേറെ ഒന്നും നമ്മൾ ചേർക്കേണ്ട കാര്യമില്ല. പഞ്ചസാര അടക്കം ഇതിലുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പായസം മിക്സ് ഇട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമ്മളുടെ സ്ലോ ഫ്ലെയിമിലേക്ക് ഇതൊന്ന് മാറ്റി വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് തിളച്ച് പോകും, പായസത്തിന് ടേസ്റ്റ് ഉണ്ടാവില്ല. സ്ലോ ഫ്ലെയിമിലാണെങ്കിൽ അത് വെന്ത് കുറുകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി അവിടെ കിടന്ന് തിളച്ചോട്ടെ, നമുക്ക് പുട്ടുണ്ടാക്കാം. പിന്നെ നമ്മളുടെ ഈ പുട്ട് നോർമൽ പുട്ട് പോലെ അല്ല കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും നോർമൽ പുട്ട് പോലെ അല്ലാതെ എന്താണെന്ന്. അതായത് ഉത്തമ, ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും, എളുപ്പത്തിൽ വേവുകയും ചെയ്യും, എളുപ്പത്തിൽ കഴിക്കുകയും ചെയ്യും. പെട്ടെന്ന് വേവും. നമ്മുടെ അരിപ്പൊടിയുടെ ആവി വരുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ആവി വന്നിട്ടുണ്ടാവും. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പായസവും ഒരു സൈഡിൽ നല്ലപോലെ കുറുകിയിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഇതിങ്ങനെ കഴിക്കാമെന്നാണ് എല്ലാവരും പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏലക്കായ ഇടണം. എനിക്ക് ഏലക്കായ ഇടണം. കുറച്ചും കൂടി ഏലക്കായ ഇട്ടപ്പോഴാണ് ആ പായസത്തിൻ്റെ സ്മെല്ല് വന്നത്. പക്ഷേ ഇവിടെ തീർന്നില്ല. ഈ പായസത്തിലുണ്ടായിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും എനിക്ക് പോരാന്ന് തോന്നി. അതുകൊണ്ട് കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന കുറച്ചും കൂടെ മുന്തിരി എടുത്ത് ഞാനിട്ടൊന്ന് വേവിച്ചിട്ടു. സംഭവം അതിൽ പറഞ്ഞ പോലെ തന്നെ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ 15 മിനിറ്റ് കൊണ്ടല്ല, 30, 35, 40 മിനിറ്റോളം എടുത്തിട്ടാണ് ഇതേപോലെ കുറുകി വന്നിട്ടുള്ളത് കേട്ടോ. സേമിയ ആയതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ ഇത് കുറുകുമോയെന്നറിയില്ല. എങ്ങാനും കുറുകുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചൂടാക്കിയിട്ട് ഇതിൽ മിക്സ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ മധുരം വളരെ കുറവായിരിക്കുള്ളൂ. മധുരം വേണ്ടവർ കുറച്ചും കൂടി മധുരം ഇട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഹാപ്പി വിഷു.